നമ്മൾ ഇന്നലെ മർലൂങ്ങിൽ സ്റ്റേ എടുക്കേണ്ടി വന്നു. 6 മണിയായി ഇവിടെ എത്തിയപ്പം. ഇപ്പം റിവർ സൈഡ് ലോഡ്ജിൽ സ്റ്റേ എടുത്തു. 500 മേടിച്ചുള്ളൂ. ഇതായി ഫുഡും തന്നു, റൂമും തന്നു. അപ്പോൾ നമ്മൾ ഇനിയും ഡയറക്റ്റ് നംജി 7 hours ഡയറക്റ്റ് നംജി എത്തും. നമ്മുടെ വ്ളോഗ് മിക്കവാറും ഇന്നത്തോടെ കഴിയുന്നതാണ്. പോകുന്ന വഴിക്ക് വല്ല ആനിമൽസിനൊക്കെ കാണാൻ പറ്റുമെന്നാണ് ഇവിടുത്തെ ലോക്കൽസ് പറയുന്നത്. നോക്കാം. അപ്പം ഇന്നത്തോടെ നമ്മുടെ പരിപാടി തീരും. പിന്നെ നംജിയിൽ എത്തിക്കഴിഞ്ഞിട്ട് കുഞ്ചുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. യാ ഇന്നലെ നൈറ്റ് വന്നിരുന്നാൽ ഉറപ്പായിട്ടും പെട്ടേനെ. കാരണം നൈറ്റിൽ ഈ വഴിയൊക്കെ എങ്ങനെ ഇറങ്ങും? ടോർച്ചൊക്കെ ഉണ്ട്, എന്നാലും അവർ നമ്മുടെ സേഫ്റ്റി നോക്കിയാണ് പറഞ്ഞത്. ഞാനോർത്ത് പിടിച്ചു നിർത്താനുള്ള പരിപാടിയായിരിക്കും. പക്ഷെ എന്തായാലും നന്നായി. വലിയ പൈസ ഒന്നും മേടിച്ചുമില്ല. നല്ല ആൾക്കാരാ എല്ലാവരും. ഒരു കല്ല് കയറിയിട്ട് വിഷയമായിപ്പോയി. ഇന്നലെ കയറിയത് ഇപ്പോഴും ഇതിനെ കിട്ടിയത്. ഇന്നലെ നൈറ്റൊക്കെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. എന്തൊരാശ്വാസം. ഇപ്പം നമ്മൾ വേറെ ഏതോ വില്ലേജ് എത്തി. ഇവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. പക്ഷെ ഫുള്ള് മറ്റേ ചെറിയ കുടിലുകൾ, ചിപ്സി ഹൗസ്, യാക്കിനെ മേയിച്ച് നടക്കുന്നവർ. അടിപൊളി വൈബാട്ടോ. എനിക്ക് ഈ സൈഡ് ഇച്ചിരി കൂടെ അല്ല, നല്ലോണമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പീസ്ഫുൾ പ്ലേസ്. ആരുമില്ല. ട്രക്കിംഗ് ചെയ്യാനൊന്നും ആരുമില്ല, മനസ്സിലായി. അല്ലെങ്കിൽ മറ്റു സ്ഥലത്തൊക്കെ ഫുള്ള് ക്രൗഡും ഹ്യൂമൻ ട്രാഫിക് ജാമും അങ്ങനത്തെ സീനൊക്കെ അല്ലേ. ഇവിടെ വെറുതെ ശാന്തി പ്ലേസ്. ഇനിയും 3 പാസ് അടിക്കുവാണെങ്കിൽ ഇതുവഴി ശാന്തി പിടിച്ച് അങ്ങോട്ട് കയറി ചെല്ലുന്നവർ. ഇങ്ങനെ വന്നാലും അടിപൊളിയാണ്. കാരണം ഓവർ ക്രൗഡിൽ നിന്ന് നമ്മൾ ലാസ്റ്റൊക്കെ എത്തുമ്പം ഫുൾ ശാന്തിയിലേക്ക് എത്തുന്നൊരു അത് ഭയങ്കര ഒരു ഫീൽ തന്നെയല്ലേ. ഫുള്ള് ക്ലൗഡി ഡേ ആണ്. ഇപ്പം സമയം 6:50 ആയതേ ഉള്ളൂ. നമ്മൾ 6 മണിക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് 6 മണിക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ബാക്ക് പാക്ക് അടിപൊളി. എന്തായാലും നമ്മൾ 3 പാസ് അടിക്കുമെന്ന് വിചാരിച്ചില്ല. ഷൂസൊക്കെ ഇട്ട് നംജി എത്തണം ഉച്ചയ്ക്ക് മുമ്പ്. ഒരു ബ്രിഡ്ജ് കിട്ടിയേക്കാണ്. എനിക്ക് തോന്നുന്നത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ്. താഴത്തെ ഒരു വില്ലേജ് കാണാം. ഒരു മൊണാസ്ട്രിക്കുള്ള വഴിയാണ്. നമുക്ക് ടൈമില്ല, അല്ലെങ്കിൽ കയറായിരുന്നു. മേളിലൊക്കെ ഒരു യാക്കും കൂട്ടമൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ തമ്മേലെത്തി. തമ്മേൽ ഫുൾ പവർ 7:40 ആയപ്പോൾ എത്തി. വാവ്. അപ്പുറത്തെ സൈഡിലൊരു പൊളി വില്ലേജ് കാണുന്നുണ്ട്. നൈസ് ശാന്തി വില്ലേജ്. ഇപ്പുറത്തെ സൈഡിൽ കാണുന്നതാണ് തോന്നുന്നു തമ്മേല്. നമ്മൾ പിന്നെ കല്ലുകളും മരങ്ങൾ കണ്ടു തുടങ്ങി. ഇത്ര ദിവസം മരം കണ്ടിട്ടില്ലായിരുന്നു. ഫുൾ അമ്മാതിരി മൗണ്ടൻസ് ആയിരുന്നു, മരങ്ങളില്ലാത്ത മൗണ്ടൻസ്. എന്തൊരു പ്രത്യേക ഫീല്. മരങ്ങൾ കണ്ടു. ഇത് ജംഗിളാണ് പറഞ്ഞത്. ഫോറസ്റ്റിൽ കുറെ കിളികൾ. വെറൈറ്റി കിളികൾ. ഇത് ഫോറസ്റ്റ് ആണ് പറഞ്ഞത്. നമുക്ക് ചിലപ്പം ഡിയേഴ്സിനെയോ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമായിരിക്കും. നോക്കാം.
അടിപൊളി. ഓ, കൊമ്പിലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓ, മണിപത്മനാഭ. തമ്മിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഏട്ടാ, സ്തൂപം. Above the clouds, full fog. ഒരു മുട്ടൻ കയറ്റം വരുന്നുണ്ട്. എന്തായാലും താമസിപ്പിക്കാതെ കയറാം. Monastery. Namji? Yes. പണ്ടത്തെ വീടുകൾ. വിഷയക്കാര് വരുന്നുണ്ട്. ന്യൂ ബ്രിഡ്ജ്, അതിന് ഓപ്പോസിറ്റ് തന്നെ ഓൾഡ് ബ്രിഡ്ജ് ഉണ്ട്. ഫുൾ ഫോഗി ക്ലൈമറ്റ്. $95 കിലോ ആയിട്ടാണ് പോകുന്നത്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ പുള്ളിയോട് സംസാരിച്ചായിരുന്നു. 95 കിലോ. കയ്യിൽ ഫണ്ടില്ലാതെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു മൊണാസ്ട്രിയുടെ അകത്ത് കയറിയപ്പം മോമോ തന്നു. മൊണാസ്ട്രിയുടെ റെസ്റ്റോറൻ്റ് ആണിത്. ഇനിയുണ്ട് നമുക്ക് നംജി 1.5 hour. മൊണാസ്ട്രി
ഇതാണ് ഹോട്ടൽ, ഇവിടെ നിന്നാണ് ഫുഡ് കിട്ടിയത്. മൊനാസ്ട്രി, പാവപ്പെട്ട ആൾക്കാർ, നല്ല ആൾക്കാർ. Taşıdılar. ഈ വില്ലേജിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. ഈ വുഡ്സ് ഫുള്ള് വിന്ററിന് വേണ്ടി കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന വുഡ്സാണ്. സുപ്തം. ഇതൊരു ഫുൾ കളർഫുള്ളാണ്, എല്ലാ കളറും ഉണ്ട്. ഈ നടവഴിയിലുള്ള ഈ പശുവിൻ്റെയും യാക്കിൻ്റെയൊക്കെ ഈ ചാണകം, അതായത് കൗഡങ്ക്,
ഇവർ കളക്ട് ചെയ്ത് കൊണ്ടുപോയി എന്നിട്ട് ഉണക്കി അതാണ് ഇവർ തന്തൂറിട്ട് കത്തിക്കുന്നത് റൂം ചൂടാകാൻ വേണ്ടി. ഈ മജലിലൊക്കെ വിറകാണെങ്കിലും ഈ പരിപാടി ഇല്ല. ഇത് അടിപൊളിയായിട്ട് കത്തുന്നുമുണ്ട്, ഒന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ 2 വഴി കാണുന്നുണ്ട്, എങ്ങോട്ട് പോകുമെന്നും അറിയാതെ നിൽക്കുമ്പോഴത്തേക്കും സൈഡിൽ നോക്കുമ്പം ഇതേ ബോർഡ് നംജി താഴത്തേക്ക്. എന്തായാലും കൊള്ളായിരുന്നു. എനിക്ക് പണി പാടിയില്ല, ഞാൻ മേളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഫുൾ പൈൻ ഫോറസ്റ്റ് ആണ്. ഫുൾ പൈൻ ഫോറസ്റ്റ്. നംജി ഒരു ½ ആൻ അവറിൽ നമ്മൾ താഴത്തെത്തും, നംജിയിലെത്തും. നംജി ബസാർ. നമ്മൾ നംജി എത്തുന്നു. നംജി ഹെലിപ്പാഡ് എത്തി. ഫുൾ പവർ വെൽക്കമിങ്ങിന് വേണ്ടി നമ്മളെ ചെറുതായിട്ട് മഴ നനയിക്കുന്നുണ്ട്. ഫുൾ പവർ. എനർജി തീരുന്നില്ല, ഭയങ്കര എനർജി ഉണ്ട്. വാവ്. SSS Namji, yeah, back to Namji, full power. മണി 10 ഇത് കറക്കിയാണ് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 3 പാസി ഇങ്ങനെ തന്നെ കറങ്ങി തീരട്ടെ. വാവ്, നംജി, ബാക്ക് ടു നംജി. വിശ്വസിക്കാൻ പറ്റുന്നില്ല 3 പാസ് അടിച്ചത്. വാവ്. അങ്ങനെ നമ്മൾ നംജി വിടുകയാണ്. ബൈ. നംജി വിടുന്നില്ല ഗൈസ്, ഇനി വരും. ദിസ് പ്ലേസ് ബാക്ക് ടു പോലീസ് ചെക്ക് പോസ്റ്റ്. ഇവിടുന്ന് പോവാണ് നമ്മൾ. നമുക്ക് സർട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുകയാണ്. വാവ്. എവറസ്റ്റ് ബേസ് ക്യാമ്പ്, കാലപ്പത്തർ, കൊമ്മലപ്പാസ്, റഞ്ചോലപ്പാസ്, കോക്കോറി എല്ലാം അടിച്ചിരിക്കുകയാണ് ഗൈസ്. ബാബ അമ്പാടി അഭിഷേക് ബങ്കി ജമ്പ് ചാടാൻ പോവാണ്. അതാണ് ഇന്നത്തെ വ്ളോഗ്. ചാടോ ഇല്ലയോ ദൈവത്തിന് അറിയാം. നോക്ക് സ്കൂളിൽ പോയിട്ട് വരുന്ന പിള്ളേരാണ്. സ്കൂളിലെ അഭിഷേക് ഓടുന്നു ഗൈസ്. ബങ്കി ജമ്പ് അഭിഷേക് ചാടും, അമ്പാടി ചാടും എന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം നമുക്ക്. ഞാൻ ചാടുന്നില്ല ഗൈസ്, ചാടാൻ പറ്റില്ല ഗൈസ്. ക്ലോസ്ഡ് ആയ വാതില് ചവിട്ടി പൊളിക്കുന്നത് അമ്പാടിയും അഭിഷേകും. നടക്കില്ലളിയാ, ക്ലോസ്ഡാ. ബങ്കി ജമ്പ് സ്വപ്നം ഇനിയൊരിക്കൽ. നടന്നില്ല, പരിപാടി നടന്നില്ല.
പണിപാളി. ആഗ്രഹം സഫലമായില്ല. അങ്ങനെ അത് നടന്നില്ല, പരിപാടി നടന്നില്ല. പിള്ളേര് അങ്ങോട്ട് പോയപ്പം പൂക്കൾ സെറ്റായിട്ടില്ലായിരുന്നു. അപ്പം ഫുൾ പൂക്കൾ. Yeah, back to Monjo. Thank you. അങ്ങനെ നമ്മൾ തിരിച്ച് ദീദി എടുക്കാൻ എത്തിയിരിക്കുകയാണ്. ഹോം. വീണ്ടും പൂൾ കളിക്കാൻ പോവാണ്. അരിഷ് ബാർ. Nice shot.